നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയെ നിർത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ പിഷാരടിയോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ടിപ്പിക്കൽ മറുപടിയാണ്. കാരണം ഏതൊരു സ്ഥാനാർത്ഥികളോടും ഇത്തരത്തിൽ താങ്കളുടെ പേര് പാർട്ടി നിർദ്ദേശിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഉത്തരമാണ്, ഈ നേരം വരെ ഞാനും ഈ പാർട്ടിയും തമ്മിൽ ഈ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. ശുദ്ധമായ നുണ പറയുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ശ്രീ പിഷാരടിയും അത് തന്നെ പിന്തുടർന്നിരിക്കുകയാണ്. ഏതായാലും 99.9% ശ്രീ രമേശ് പിഷാരടി ആയിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല, ഷാഫി പറമ്പിലിന്റെ ഫുൾ സപ്പോർട്ടും രമേശ് പിഷാരടിക്കുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുമ്പ് അവിടെ വന്നിട്ടുള്ള പേരുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രമ്യ ഹരിദാസ് ആണ്, രണ്ടാമത്തത് സന്ദീപ് വാര്യരാണ്. ഇവരെ രണ്ടു പേരെയും അപേക്ഷിച്ച് രമേശ് പിഷാരടിയെ നോക്കുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ 110% ശ്രീ രമേശ് പിഷാരടി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ അവർക്ക് രാഷ്ട്രീയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മേഖലയാണ് സിനിമ. ഷാഫി പറമ്പിലിനെ സിനിമാ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടതാണ്. ഉണ്ണിയോ മുകുന്ദൻ അടക്കമുള്ള ആളുകൾ ഷാഫിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സ്നേഹവും പരിഗണനയ്ക്കായിരിക്കണം ശ്രീ രമേശ് പിഷാരടിക്ക് ഇവർ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, അവിടെ ഇടതുപക്ഷ ആളുകൾ വളരെ വീക്കായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് പാലക്കാട് മണ്ഡലം. പിന്നെ ശക്തിയുള്ളത് BJP ആണ്. BJPയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് എന്നാണ് പറയപ്പെടുന്നത്. ശോഭേച്ചിയാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിഷാരടിയുടെ സാധ്യതകൾ ഒരുപാട് വർദ്ധിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം, ഈ ശ്രീധരനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷാഫിയോടൊപ്പം അവിടെ മത്സരിച്ചിരുന്നത്. 5000 സംതിങ് വോട്ടിനാണ് ഷാഫി അവിടെ ജയിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ BJPയുടെ ഏറ്റവും പീക്ക് ലെവലിലുള്ള ഒരു വോട്ടിംഗ് ആണ് BJPക്ക് അന്ന് അവിടെ ലഭിച്ചത്. അത്ര വോട്ട് 100% ശോഭ സുരേന്ദ്രന് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രമേശ് പിഷാരടി എന്ന് പറയുന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, പാലക്കാടിന്റെ ഒരു നിഷ്കളങ്കതയൊക്കെ നോക്കുകയാണെങ്കിൽ ആ നിഷ്പക്ഷതയെല്ലാം തന്നെ വളരെ നൈസായിട്ട് കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് രമേശ് പിഷാരടി. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് പേര് അവിടെ സപ്പോർട്ടുള്ള ആളുകളുണ്ട് പാർട്ടിയിൽ നിന്നും. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിക്കാരൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് UDF സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് രാഹുലിന് ഏറ്റവും കൂടുതൽ പിന്തുണ. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ലീഗിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് സപ്പോർട്ടുണ്ട്. അപ്പോൾ ആ ലീഗ് തീർച്ചയായിട്ടും രമേശ് പിഷാരടിയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏത് സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സപ്പോർട്ട് കൂടി രമേശ് പിഷാരടിക്ക് വന്നാൽ പിന്നെ മിന്നും ജയമായിരിക്കും രമേശ് പിഷാരടിക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഇടതുപക്ഷത്തിലെ കുറെ പേർക്ക് രമേശ് പിഷാരടിയോട് ഒരു സ്നേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരെന്തായാലും ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു ആളുമായിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ പാർട്ടിയെ BJP ജയിക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനേക്കാൾ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇടതുപക്ഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് പിഷാരടിക്ക് വോട്ടുകൾ അക്കൗണ്ടിൽ വീഴും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് രമേശ് പിഷാരടി മത്സരിക്കുന്നത്, എന്ത് യോഗ്യതയാണ് അയാൾക്ക് ഉള്ളത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പൊതുവേദിയിൽ ഒരു സിനിമാ നടൻ വരികയാണെങ്കിൽ അവരെ ആരും തൊടരുത്, അവരെ ഫുള്ള് പ്രൊട്ടക്ഷൻ ആണ്, അവരെ തൊടുന്നത് അയിത്തമാണ് അവർക്ക് എന്നുള്ള രീതിയിലാണ് ഈ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകൾ, സെലിബ്രിറ്റീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ആണായാലും പെണ്ണായാലും. എന്നാൽ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഈ പറയുന്ന യാതൊരുവിധ അയിത്തമോ അനാചാരങ്ങളോ ഒന്നുമില്ലാതെ ആരെ കണ്ടാലും ഷെയ്ക്കൻഡ് കൊടുക്കണം, കെട്ടിപ്പിടിക്കണം, വിശേഷങ്ങൾ ചോദിക്കണം എന്നുള്ള ഒരു രീതിയാണ്. അതാണ് പൊതുജനങ്ങളുടെ ഇടയിൽ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം രമേശ് പിഷാരടി അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് ഇറങ്ങേണ്ടതുണ്ട്. തീർച്ചയായിട്ടും രമേശ് പിഷാരടിക്ക് അത് അത്ര വലിയ സംഭവം ഉള്ള കാര്യമല്ല എന്ന് തന്നെ തോന്നുന്നത്.
അദ്ദേഹം ആ രീതിയിലോട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണ്, അല്ലെങ്കിലും വിജയം ഉറപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ കുറേയും കൂടെ രമേശ് പിഷാരടി ശ്രദ്ധിക്കേണ്ടി വരും. കാരണം തൃശ്ശൂര് മുരളീധരനൊക്കെ മത്സരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ഈ ആൾക്കാരെ കാണുമ്പോൾ ഒരു എലർജി ആണ്, അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ്. ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരു എന്തോ ഇഷ്ടമില്ലാത്ത പോലെ ഒരു രീതി. അത് ഏറ്റവും കൂടുതൽ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലം ഒക്കെ അത് ഫേസ് ചെയ്യുന്നത് എന്താണെങ്കിൽ, ഇവിടെ മുമ്പ് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ TN പ്രതാപൻ എന്ന് പറയുന്ന നേതാവ് ആളുകളെ വന്ന് കെട്ടിപ്പിടിക്കുകയും വിശേഷം ചോദിക്കുകയും യാതൊരുവിധ മടിയില്ലാതെ അവരെ സ്നേഹം കൊണ്ട് തല്ലുകയൊക്കെ ചെയ്യുന്ന നേതാക്കളാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പൊ പൊതുവെ അത്തരത്തിലുള്ള ആളുകളെയാണ് സാധാരണക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം രമേശ് പിഷാരടി പുറത്തെടുക്കേണ്ടതുണ്ട് ഇലക്ഷന് വേണ്ടി. ആ രീതിയിൽ കൂടി രമേശ് പിഷാരടി പ്രവർത്തിക്കുകയാണെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പലപ്പോഴും ഈ സിനിമാ നടന്മാര് യോഗ്യരാണോ, അല്ലെങ്കിൽ അവര് ഈ ഒരു എന്തിനാണ് അവരെ നിർത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുറെ പേരുണ്ട്. കാരണം പാർട്ടിയിൽ തന്നെ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, രാവും പകലും വേണ്ടി പാർട്ടിക്ക് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ. അപ്പോ പിഷാരടി അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണോ? അദ്ദേഹത്തിന്റെ ജോലിയുമായി പോകുന്ന ഒരു മനുഷ്യനാണ്. സമയം കിട്ടുമ്പോൾ അദ്ദേഹം സ്റ്റേജിൽ കയറുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കോൺഗ്രസിന്റെ വേദിയിൽ കയറി സംസാരിക്കുക എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ പുതുയുഗ യാത്രയിൽ രമേശ് പിഷാരടി സംസാരിച്ചിരുന്നു. കോൺഗ്രസിനെ അനുകൂലിച്ചിട്ടും കോൺഗ്രസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ അനുസരിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ രമേശ് പിഷാരടി കേരളത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ട് പൊതുവേദിയിൽ സംസാരിച്ചത് ആകെ 4 തവണ മാത്രമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ജനം അറിഞ്ഞതാണ്. പക്ക കോൺഗ്രസ്സുകാരനായിട്ടുള്ള കലാകാരനാണ് സലീം കുമാർ. അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ നിന്നുമാണ് രമേശ് പിഷാരടി എന്ന് പറയുന്ന മനുഷ്യൻ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല രമേശ് പിഷാരടി ഒരു കോൺഗ്രസ് കുടുംബമാണ് എന്നുള്ളതും അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവർക്ക് അറിയാം. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതും അറിയാവുന്നതാണ്. അപ്പോൾ രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വെളിയിൽ പോയി പഠിക്കേണ്ടതായിട്ട് ഇല്ല. പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ധർമ്മജൻ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോ ആ കാലങ്ങളിലുള്ള രമേശ് പിഷാരടിയുടെ പഠനങ്ങൾ, ആളുകളുടെ ഒബ്സർവേഷനുകൾ, ഇതൊക്കെ രമേശ് പിഷാരടിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ധർമ്മജനെ ഒരു നിഴൽ പോലെ തന്നെ രമേശ് പിഷാരടി ആ സമയങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മലയാളികൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവിടെ. കാരണം ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു പലപ്പോഴും ധർമ്മജന്റെ പ്രകടനങ്ങൾ. രമേശ് പിഷാരടി മാധ്യമങ്ങളോട് ധർമ്മജന് വേണ്ടി സംസാരിക്കുന്നു, ധർമ്മജൻ പലപ്പോഴും മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നതൊക്കെ ഉൾട്ടയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. എന്നാൽ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണയും ദീർഘവീക്ഷണവും ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ആഴത്തിൽ അറിവും രമേശ് പിഷാരടിക്കുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം തന്നെ പാർട്ടിക്ക് ഗുണം ചെയ്യും. ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് രമേശ് പിഷാരടിയുടെ പ്രവർത്തനം വലിയ തോതിൽ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ സപ്പോർട്ട്, ഷാഫി പറമ്പിലിന്റെ വലിയ സപ്പോർട്ട്, ഒപ്പം കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും സപ്പോർട്ട് രമേശ് പിഷാരടിക്ക് ഒരുപാട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ഒരു വാർത്ത തള്ളി പറഞ്ഞെങ്കിൽ കൂടി പാലക്കാട് രമേശ് പിഷാരടി തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ ഒരു വിജയമായി അത് മാറട്ടെ എന്ന് പ്രിയ സഹോദരൻ രമേശ് പിഷാരടിക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.